അതായിരുന്നു ആദ്യ പ്രണയം. ഭ്രാന്തവും തീവ്രവുമായ ആദ്യ പ്രണയം. അതിനുശേഷം അത്തരമൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. തീക്ഷ്ണമായ ഹൃദയാഘാതത്തിൽ നിന്നും രക്ഷ നേടിയതേയുള്ളൂ. അടുത്തതിൽ നിന്നും രക്ഷപ്പെടുമോ, തിരശില വീണ് അരങ്ങ് അവസാനിക്കുമോ എന്നെനിക്കറിയില്ല. അതുകൊണ്ടാണിങ്ങനെ തുറന്നെഴുതുന്നത്. ഇസഡോറ. ഒന്ന് എഡിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ മനോഹാരിത വർദ്ധിക്കുമായിരുന്ന പുസ്തകമാണ് ഇസഡോറ ഡങ്കന്റെ എൻ്റെ ജീവിതം. അവരുടെ ജീവിതം പോലെ തന്നെ അടുക്കും ചിട്ടയും ഇല്ലാതെയാണ് ഇസഡോറ സ്വന്തം കഥ എഴുതിയിരിക്കുന്നത്. ഒന്നും മറച്ചുവെക്കാതെ എഴുതിയ ഏറെ പ്രശസ്തമായ അവരുടെ ജീവിത കഥ മൈ ലൈഫ് മരിച്ചതിന് ശേഷമാണ് പ്രസിദ്ധീകരിച്ചത്. ഇസഡോറയുടെ മരണവും അവരുടെ ജീവിതം പോലെ തന്നെ വിചിത്രമായിരുന്നു. പുതുതായി വാങ്ങിയ കാർ കൊടും വളവുകളിൽ എങ്ങനെ അനായാസമായി ചലിക്കുമെന്ന് നേരിട്ടറിയാൻ യാത്രാമൊഴി ചൊല്ലിക്കൊണ്ട് യാത്ര തുടങ്ങിയതായിരുന്നു അവർ. ചലിച്ചു തുടങ്ങിയപ്പോൾ കഴുത്തിൽ ചുറ്റിയ ഷോൾ